സ്റ്റെയർ കേസിൻ്റെ ഭാഗമാണ്. ഇവിടെ മഴവെള്ളം തട്ടി ലീക്കായിട്ട് കണ്ടില്ലേ, ഫുള്ള് ക്രാക്കൊക്കെ ആയിട്ട് പൊട്ടിയിരിക്കുകയാണ്. ഈ ചുമര് വരുന്നത് ഉള്ളിലൊരു ബെഡ്റൂമിൻ്റെ ഒരു സൈഡാണ്. ഇതിപ്പോൾ മഴക്കാലത്താണ് കൂടുതൽ പ്രശ്നം. അതായത് വെള്ളം ഇവിടെ ചോട്ടിൽ തട്ടിയിട്ട് അങ്ങനെ ചുമരിലായിട്ട് ബെഡ്റൂമിൻ്റെ ഉള്ളിൽ മൊത്തം ലീക്കായി പൊട്ടി ആകെ വൃത്തികേടായി കിടക്കുകയാണ്. ഇപ്പോൾ ക്രാക്ക് നന്നായി കുത്തിയെടുത്തിട്ട് ക്രാക്ക് സീൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഏഷ്യൻ്റെ ക്രാക്ക് സീൽ വെച്ച് അടയ്ക്കാൻ വേണ്ടി പോവുകയാണ്. ചുമരിൻ്റെ അവസ്ഥ, മുകളിലെ സ്റ്റെയറിൽ നിന്നും വെള്ളം ലീക്കായിട്ട് ഈ ചുമരിലൂടെ വന്നിട്ട് ആകെ ഫംഗസൊക്കെ കയറി ആകെ വൃത്തികേടായി കിടക്കുകയാണ്. ഈ ചുമര് മൊത്തം ഇങ്ങനെയാണ് ഇതാണല്ലേ, ചുമര് മൊത്തം ഇതേപോലെ ഫംഗസായി കിടക്കുകയാണ്. ചുമരിൽ പെയിൻറ്റ് മൊത്തം അടത്തിയെടുത്തിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. ഇത്രയും കിട്ടി, ഒരു ചുമരിൽ നിന്ന് ഇത്രയും കിട്ടി വേസ്റ്റ് ചെയ്താ. ആ ചുമരിൽ നമ്മൾ ചെറിയൊരു ടെക്സ്റ്റർ ഡിസൈൻ കൊടുത്താണ്. വാട്ടർ പ്രൂഫിങ് പുട്ടിയാണ്. ടെക്സ്റ്റർ വർക്കിൽ ഈ പിങ്ക് കളർ അടിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ചുമരിൽ നമ്മൾ പിങ്ക് കളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുകയാണ്, പെയിൻറ്റ് അടിക്കുമ്പോൾ കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണോ പെയിൻറ്റ്. ഒരാൾക്ക് പെയിൻറ്റ് അടിക്കണം പറഞ്ഞു, നിതിൻ ദാസിന്. അപ്പോൾ ഞങ്ങൾ പെയിൻറ്റ് അടിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അവൻ്റെ ഒരു ആഗ്രഹമല്ലേ, കുട്ടികളുടെ ആഗ്രഹമല്ലേ, അത് സാധിക്കാൻ പറ്റുകയാണെങ്കിൽ സാധിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്.